പല മതഗ്രന്ഥങ്ങളിലും പരാമർശിക്കപ്പെടുന്ന ധാരാളം വർഷങ്ങൾ പഴക്കം ചെന്ന ഒരു ഫ്രൂട്ടാണ് അത്തിപ്പഴം. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണമെന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെ കൂട്ടാൻ സഹായിക്കുന്നു എന്നതാണ്. അതായത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യുൽപാദന ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസും മിനറൽസും സഹായിക്കും. അതുപോലെ പെൺകുട്ടികൾക്ക് പീരിയഡ്സ് ടൈമിലെ വയറുവേദന കുറയ്ക്കാനും ഇറഗുലർ പീരിയഡ്സ് നോർമലാക്കാനും സ്ത്രീകൾക്ക് യൂട്രസ് സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കാനും ഈ അത്തിപ്പഴം വളരെ സഹായകരമാണ്. അതുപോലെ തന്നെ ഗർഭിണികളാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് ഫോളിക് ആസിഡ് ടാബ്ലറ്റ് കഴിക്കുന്നത് പോലെ തന്നെ അത്തിപ്പഴവും കഴിക്കാം. കാരണം ഇതിൽ ധാരാളം സിങ്കും അയണും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ അനീമിയ അല്ലെങ്കിൽ വിളർച്ച പോലുള്ള അവസ്ഥകൾ തടയാനായിട്ട് അത് സഹായിക്കും. ഗർഭിണികളെ പോലെ തന്നെ ടീനേജ് ഗേൾസിനും പെൺകുട്ടികൾക്കും ഇത് ധാരാളം കഴിക്കാവുന്നതാണ്. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റ് ശരീരത്തിലെ വിളർച്ച തടയാനായിട്ട് സഹായിക്കും. ധാരാളം ആൻറ്റി ഓക്സിഡൻസും കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, അയൺ, ഫൈബർ എന്നീ മിനറൽസും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽസ്യം, സിങ്ക് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ബോൺ ഹെൽത്തിനും അതുപോലെ ബോൺ ഡെൻസിറ്റി കൂട്ടാനും ഇത് സഹായിക്കും. അതുപോലെ തന്നെ എല്ല് തേയ്മാനം ഉള്ളവർക്കും ഓസ്റ്റിയോപൊറോസിസ്, അതായത് എല്ലുകൾക്ക് ബലക്ഷയം സംഭവിക്കുന്ന അവസ്ഥ, ഈ അവസ്ഥകളുള്ളവർക്കും അത്തിപ്പഴം ധാരാളം ഉപയോഗിക്കാവുന്നതാണ്. കോൺസ്റ്റിപ്പേഷൻ, വയറിലുണ്ടാകുന്ന അൾസർ എന്നിവ പരിഹരിക്കാനും വയറിൻ്റെയും കുടലിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുവാനും അത്തിപ്പഴം സഹായിക്കും. പൊട്ടാസ്യം ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും അതുവഴി ഹാർട്ടിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുവാനും അത്തിപ്പഴത്തിന് സാധിക്കും. മാത്രമല്ല സ്കിന്നിൻ്റെയും മുടിയുടെയും ആരോഗ്യത്തിനും അത്തിപ്പഴം വളരെ നല്ലതാണ്. ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് അത് മാറ്റി സ്കിന്ന് സോഫ്റ്റ് ആവാനും മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥയുള്ളവർക്ക് മുടിക്ക് നല്ല ബലം ലഭിക്കുവാനും അത്തിപ്പഴം സഹായിക്കും. ഡയറക്റ്റ് മരത്തിൽ നിന്ന് പറിച്ചെടുക്കുന്ന അത്തിപ്പഴത്തിനേക്കാൾ ഗുണങ്ങളേറെയുള്ളത് അത്തിപ്പഴം ഉണങ്ങിയതിലായിരിക്കും. ഈ ഉണങ്ങിയ അത്തിപ്പഴം ഒരു 3 അല്ലെങ്കിൽ 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത് പാലിൽ കുതിർത്ത് വെച്ച് കഴിക്കാവുന്നതാണ്. അതുമല്ലെങ്കിൽ അതേ പാലിൽ തന്നെ അരച്ച് കഴിക്കുന്നതും നല്ലതാണ്. നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ടായതിനാൽ ഷുഗർ ഉള്ളവർ മിതമായ അളവിൽ അത്തിപ്പഴം കഴിക്കുന്നതായിരിക്കും ഉചിതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.